രണ്ടുപേർക്ക് ഒരേ സമയത്താണല്ലോ കാലിന് പറ്റി എന്തോ കഷ്ടകാലം വരാൻ പഠിച്ചിട്ടുണ്ട്. ഇനിയും പറയുന്നതായിരിക്കും ഫോണിൽ കൂടെ. രവി നോക്കിയേ, നമസ്കാരം. എൻ്റെ ഡെയിലി ജേണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി ആളുകൾ ചോദിച്ചിരുന്നു അക്ക എന്തു പറയുന്നു, അക്കയുടെ കാലിന് എങ്ങനെയുണ്ട്, വിസയൊക്കെ കിട്ടിയോ, എന്താ സംഭവിച്ചതെന്ന്. അപ്പം ഇന്ന് നമ്മൾ ഇവിടുന്ന് നേരെ ലണ്ടനിലേക്ക് പോവാണ്. കാരണം അക്കയ്ക്കും ലീവുണ്ട്, പിള്ളേർക്കും വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ ഈ മിറാക്കിൾ സ്റ്റോറി, അതായത് ഈ വർഷത്തിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള, ഈ വർഷമല്ല കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നത്. അതും എൻ്റെ ലൈഫിലും അക്കയുടെ ലൈഫിലും ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. എൻ്റെ ഓൾറെഡി നിങ്ങൾക്കറിയാം. അക്കയുടെ UK എങ്ങനെ വിസ കിട്ടി, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നൊക്കെ അക്കയോട് തന്നെ ചോദിക്കാം. കാലും എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. എന്താ സംഭവിച്ചത്, എന്നാണ് ആക്സിഡൻറ്റ് പറ്റിയത്? കാലിൻ്റെ കാര്യം പറയുവാണെങ്കിൽ കാല് 100% പെർഫെക്റ്റ് ആണെന്നാണ് NHS ഡോക്ടേഴ്സും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. മെഡിക്കൽ റിപ്പോർട്ടിൽ എനിക്കിപ്പം 100% ഓക്കെയാണ്. നടക്കുന്നതിനും ദൈവത്തിൻ്റെ കൃപയാൽ കുഴപ്പമില്ല. പണ്ട് മുതലേ എനിക്ക് കാലുവേദന ഉള്ളതുകൊണ്ട് ഇപ്പം അതിന് ബ്ലഡ് സർക്കുലേഷൻ എനിക്ക് കുറവാണ് ഇപ്പം. അതുകൊണ്ടാണ് നീരുള്ളത്. നമ്മൾ കുറേ നേരമൊക്കെ ഇരുന്നിട്ട് എണ്ണീറ്റ് കഴിയുമ്പോഴത്തേന് കാല് നിലത്ത് കൂട്ടാൻ പറ്റാത്ത രീതിയിലുള്ള വേദന. അത് 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേന് ആ വേദന കുറയുന്ന സഹിക്കാൻ പറ്റുന്ന ലെവലിലായിട്ടുണ്ട്. പക്ഷേ ദൈവം ഇത്രത്തോളം എന്നെ നടക്കാനാക്കിയില്ലേ, അത് വലിയൊരു മിറക്കിളല്ലേ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ 2 പേരുടെ കാലും മൈസൂരിൽ വെച്ചിട്ട് ആക്സിഡൻ്റ് ആയതാണ്. അക്കയുടെ ലെഫ്റ്റ് കാലും ഒടിഞ്ഞു, എൻ്റെ റൈറ്റ് കാലും ഒടിഞ്ഞു. ലെഫ്റ്റും പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷേ റൈറ്റിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു, ശരിയായില്ല. അക്കയുടെ ലെഫ്റ്റിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്, അക്കയുടെ ശരിയായില്ല. പക്ഷെ അക്കയുടെ ACL ചെയ്തു. എവിടുന്ന്? പെരിന്തൽമണ്ണ. എൻ്റെ ചെയ്തില്ല. എൻ്റെ 16 വർഷത്തോളമായിട്ട് ഞാനിത് ഇങ്ങനെ കൊണ്ടു നടക്കുമായിരുന്നു. അതാണ് സംഭവിച്ചത്. ഞങ്ങളുടെ കാലുകൾ പണ്ടേ പ്രശ്നമായി കിടക്കുന്നൊരു സംഭവമാണ്. ഇനിയും എന്നാണ് ഇൻസിഡൻറ്റ് ഉണ്ടായത്, എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. 2024 സെപ്റ്റംബർ 26 ഞാൻ ജോലി സ്ഥലത്തോട്ട് പോയപ്പോൾ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ പോയപ്പോൾ ഒരു ചെറിയൊരു കുണ്ടിനകത്ത് വെള്ളം നിറഞ്ഞ് കിടക്കുന്നത് കാരണം കണ്ടില്ല. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇതായപ്പോൾ തന്നെ സ്ലിപ്പായി നമ്മൾ വീണുപോയി. ഞാൻ വീണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വലിയൊരു വീഴ്ചയൊന്നുമല്ല, ചെറിയൊരു വീഴ്ച. വേറെ എവിടെയും എൻ്റെ ദേഹത്തോ കയ്യിനോ നെറ്റിക്കോ മുഖത്തിനോ ഒന്നും ഒരു പരിക്കുമില്ല. പക്ഷേ ജസ്റ്റ് ഒന്ന് മടങ്ങി, കാല് മടങ്ങി വീണതേ ഉള്ളൂ. പക്ഷേ പിന്നെ എനിക്ക് സെൻസേഷൻ ഇല്ല കാലിന്. ആ മഴയത്ത് ഞാൻ കിടക്കുക. അപ്പം ഞാനപ്പോൾ പാൻറ്റ് മെല്ലെ പൊക്കി നോക്കിയപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ കാലിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് എൻ്റെ നീക്ക് ഓൾറെഡി ACL ചെയ്തതാണല്ലോ, അപ്പം അതുകൊണ്ടായിരിക്കും, അതിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും. എൻ്റെ നീ ട്വിസ്റ്റായി താഴോട്ട് പോയി എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പം ഞാൻ എൻ്റെ അടുത്ത് വന്ന 2-3 ജോലി കഴിഞ്ഞ് 2-3 ഇംഗ്ലീഷുകാർ വന്നിട്ട് എന്നോട് ചോദിച്ചു ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല, ഓക്കെ അല്ല. പറഞ്ഞു ആംബുലൻസ് വിളിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ ആംബുലൻസ് വിളിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആംബുലൻസ് വിളിച്ചു. പക്ഷേ ആംബുലൻസുകാരോട് ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആംബുലൻസുകാർ പറയുന്നത് ഞാൻ ഓക്കെ ആണ്, അതുകൊണ്ട് നീ വെയിറ്റ് ചെയ്യേ, 8 hours വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു, റേച്ചാനെ വിളിച്ചു. ഹസ്ബൻഡിനല്ല, ഞങ്ങളെ വിളിച്ചു കേട്ടോ. ഞങ്ങൾ ആ സമയത്ത് പ്രെയർ ആയിരുന്നു. ബിക്കോസ് 6:45 അക്ക 6:45 അക്കയ്ക്ക് ഡ്യൂട്ടിക്ക് എത്തണം അല്ലേ. 6:35 ആകുമ്പോൾ അക്ക ഇറങ്ങുന്നതാണ്. അപ്പോൾ അക്ക വിളിയാണ്. ഞങ്ങൾ കട്ട് ചെയ്ത് വിടുക. സാധാരണ ഒരു പ്രാവശ്യം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവൾ വിളിക്കത്തില്ല. ഇവൾ നടക്കാൻ നേരത്തോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുന്നതിൻ്റെ മുമ്പേ ആയിരിക്കും വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പ്രെയറാണ്, പിന്നെ വിളിക്കാമെന്ന് കട്ട് ചെയ്തു. 2 പ്രാവശ്യം കട്ട് ചെയ്തു. പിന്നെയും അച്ചുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചപ്പോഴാണ്, എടുക്കുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. പക്ഷെ ആ ടൈമും കൊണ്ട് റേച്ചാനെ വിളിച്ചു. കാരണം റേച്ചാനെ ആദ്യം വിളിക്കാൻ, ഞാൻ റേച്ചാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നതേ ഉള്ളെന്ന് എനിക്കറിയാം. അതുകൊണ്ട് റേച്ചാനെ ഞാൻ വിളിച്ചില്ല. ഇവരെയാണ്, ലിൻഡുവിനെയും റോണിമോനെയാണ് ഞാൻ ആദ്യം വിളിക്കാൻ ട്രൈ ചെയ്തത്. അത് ഞാൻ പെട്ടെന്ന് ഞാൻ റേച്ചാനെ വിളിച്ചപ്പോൾ തന്നെ റേച്ചാൻ വീട്ടിലെത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. പറഞ്ഞു എവിടെയാണ് നീ വീണ് കിടക്കുന്നത്? കാരണം റേച്ചാന് മനസ്സിലായി എനിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, അങ്ങനെ അല്ലാതെ ഞാൻ വിളിക്കില്ല എന്നുള്ള റേച്ചാൻ അറിയാം. റേച്ചാനും ഒരുമാതിരി കരയുന്ന ഒരവസ്ഥയിൽ റേച്ചാൻ്റെ മമ്മി വന്നിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ, ഒന്നും പറ്റാത്തൊരവസ്ഥ. പെട്ടെന്ന് തന്നെ
ഞാൻ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ റേച്ചാൻ വന്നു എന്നെ ആ ചുറ്റിന് ആ കൂടെയുള്ള ആ ഇംഗ്ലീഷുകാർ തന്നെ എന്നെ പൊക്കിയെടുത്ത് വണ്ടിക്കകത്ത് എന്നെ ഇരുത്തി തന്നു. അപ്പോഴത്തേന് എനിക്ക് ഏകദേശം വേദന സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. കാരണം കിടന്ന സമയത്ത് ആ നേരെ ആ ഒരേ പൊസിഷനിലുള്ളതുകൊണ്ട് എനിക്ക് വേദന കുറവായിരുന്നു. അകത്ത് വെച്ചതോടുകൂടെ പിന്നെ എനിക്ക് ഷിവർ ചെയ്യാനും തുടങ്ങി. കാരണം മഴയത്ത് ഒരു 1/4 മണിക്കൂറോളം മഴയത്ത് കിടന്നത് കാരണം പിന്നെ എങ്ങോട്ടാണ് എന്താണ് ചെയ്യേണ്ടത് നമുക്കൊരു പിടുത്തമില്ലാത്ത അവസ്ഥ. നമ്മളിതൊന്നും ഫേസ് ചെയ്തിട്ടില്ലല്ലോ. പെട്ടെന്ന് തന്നെ മഞ്ജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നെയ്ബർ ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു, NHS തന്നെ ജോലിയുള്ളതാണ്. മഞ്ജുവിനെ വിളിച്ചു. മഞ്ജു എവിടെയോ നിൽക്കുമായിരുന്നു കുഞ്ഞുങ്ങളെയും കൊണ്ട്. അവൾ കുഞ്ഞുങ്ങളെ ആരുടെയോ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പെട്ടെന്ന് തന്നെ NHS ഹോസ്പിറ്റലിൽ, റോയൽ ഹോസ്പിറ്റലിൽ വരാൻ തക്കോണം അവൾക്കും ആ ഒരു മനസ്സുണ്ടായി. അവളെ ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം അത്രത്തോളം അവൾ എന്നെ ഹെൽപ്പ് ചെയ്തു. അതുപോലെ തന്നെ ബിൻസി ജോജി ഫാമിലി, അവരും ഫാമിലിയായിട്ട് എൻ്റെ കൂട്ടത്തിൽ വന്ന് എനിക്ക് വേണ്ട ചെയ്ത സഹായങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറക്കാൻ പറ്റത്തില്ല. രാത്രി 12 മണി വരെ ഇരുന്ന്, പിറ്റേ ദിവസം ഡ്യൂട്ടി ഉള്ളതാണ്. രണ്ടും എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ഇവിടെ മമ്മി ഉള്ളത് കൊണ്ട് കുഞ്ഞുങ്ങളെ നോക്കാനും, അല്ലെങ്കിൽ ആരെ ഏൽപ്പിച്ചിട്ട് പോകും. അത് നമ്മൾ വിചാരിക്കും എന്തിനാ എനിക്കിങ്ങനെ വീഴ്ച വന്നു എന്നൊക്കെ വിചാരിക്കും. പക്ഷേ പറയുവാണെന്നുണ്ടെങ്കിൽ ആ വീഴ്ച മുന്നിനെ ദൈവം കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ദൈവം എനിക്കും അതിന് കണ്ടിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം അതുകൊണ്ടാണ് ഓരോരുത്തരെയും സെറ്റ് ചെയ്ത് ദൈവം വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ വിചാരിക്കും എങ്ങനെ വന്നു ഈ പ്രോബ്ലം, എങ്ങനെ ദൈവത്തെ വിളിക്കുന്നവരല്ലേ. പക്ഷേ ദൈവമക്കളായതുകൊണ്ട് തന്നെ ദൈവം എനിക്ക് വേണ്ടിയിട്ട് ആ പ്രോബ്ലം സോൾവ് ആക്കാൻ ഓരോരുത്തരെയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് രാത്രിയിൽ, കാരണം ദൈവത്തിനറിയാം ഞാൻ രാത്രിയിൽ അവിടെ റേച്ചാനും അവിടെയാണ്. കാരണം ആ രാത്രിയിൽ ഇവിടെ നിൽക്കാനായിട്ട് റേച്ചാനും മമ്മി ഇവിടെ ഒരുക്കി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ ഒരു ദിവസം പോലും, ഞാൻ ഇത്രയും ദിവസം ഞാൻ 2.5-3 ആഴ്ചയോളം ഹോസ്പിറ്റലിൽ കിടന്നു. ആ 3 ആഴ്ച പോലും റേച്ചാനും ഡ്യൂട്ടിക്ക് പോകാൻ ഒരു മുടക്കും ഉണ്ടായിട്ടില്ല. കുഞ്ഞുങ്ങളും ഒരൊറ്റ ദിവസം ഞാൻ ഹോസ്പിറ്റലായതിൻ്റെ പേരിൽ സ്കൂളിൽ പോകാൻ അവധി എടുക്കേണ്ടി വന്നിട്ടില്ല. റോണിമോൻ രാവിലെ നേരെ വെളുപ്പിനെ ആയപ്പോൾ തന്നെ മമ്മയും ഡാഡിയെ ഇവിടെ എത്തിച്ചു. ആ വെളുപ്പിനെ എത്തിച്ചതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റിയത്. അല്ലെങ്കിൽ പറയാം, ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് ഓരോ ദൈവം എനിക്ക് ഒന്നിനും ഒരു കുറവ്. ഈ 3-4 മാസം ഞാൻ NHS ഗവൺമെൻറ് ജോലി അല്ലാത്തത് കൊണ്ട് എനിക്ക് സാലറിയോ ഒന്നും ഇല്ലായിരുന്നു. ആകെ കെയറോം ആയതുകൊണ്ട് നമ്മൾക്കത് സിക്ക് ലീവിൻ്റെ കാര്യങ്ങളാണെങ്കിലും എന്താണെങ്കിലും പെയ്ഡ് അല്ല. അതിവിടെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. NHSലാണെങ്കിൽ അതെല്ലാം നമുക്ക് ആ ബെനിഫിറ്റ്സ് എല്ലാം കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ 3.5 മാസത്തോളം അല്ലൊക്കെ 3.5 മാസത്തോളം അക്ക ജോലിക്ക് പോവാതിരുന്നു. ആ സമയത്തൊക്കെ റേച്ചാനും കറക്റ്റായിട്ട് ജോലി ഉണ്ടായിരുന്നു. ഇൻ ബിറ്റ്വീൻ പിള്ളേരൊക്കെ കയറി വന്നതുകൊണ്ട് ഒന്ന് ബ്രേക്കായി. കാരണം ലേവിക്കുട്ടിന് മുടി വെട്ടാൻ വേണ്ടി റേച്ചാൻ പോയേക്കുമായിരുന്നു. നമ്മൾ ലെസ്റ്റർ വരുമ്പോഴാണ് എല്ലാവരും മുടി വെട്ടുന്നത്. അപ്പം സ്റ്റോറി പറഞ്ഞു നിർത്തിയതിനിടയ്ക്ക് അക്ക എനിക്ക് തോന്നുന്നു എന്താ കാലിന് സംഭവിച്ചതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞേ? കാലിൽ ഫ്രാക്ചർ ആയിരുന്നു. എനിക്കും അറിയത്തില്ലായിരുന്നു. കാരണം പെട്ടെന്ന് ഇവിടെ വന്നിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ NHSലെത്തി. എന്നെ എമർജൻസിയിൽ കയറ്റി. എൻ്റെ കാർച്ച കണ്ടുകൊണ്ടാട്ടോ എമർജൻസിയിലോട്ട് വലിച്ചു കയറ്റിയത്. കാരണം അതും മഞ്ജു ഉള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം അവൾ പിടിച്ച് വലിച്ചിറക്കി. കാരണം ആ പിടിച്ച് വലിച്ചിറക്കിയില്ലാണെങ്കിൽ ഞാൻ കാറിൽ തന്നെ അവിടെ കുത്തിയിരുന്നേനെ. ആ പിടിച്ച് വലിച്ചിറക്കിയപ്പോൾ എനിക്ക് വേദന സഹിക്കാൻ വയ്യ. അപ്പോൾ അങ്ങനെ ഞാൻ കിടന്ന് കാറിയപ്പോഴത്തേന് പെട്ടെന്ന് എമർജൻസിയിൽ നിന്ന് ആളുകൾ വന്നു. അന്ന് രാത്രി തന്നെ എൻ്റെ സർജറി ഫിക്സ് ചെയ്ത് എനിക്ക് മോർഫിനും അതും ഇതും എനിക്ക് പെയിൻ കില്ലറും അതും ഇതും എല്ലാം തന്നു കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ വേദന ഒന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെ ആയെന്ന് പറഞ്ഞു. ഓക്കെ ആയെന്ന് കേട്ടതോടുകൂടെ എൻ്റെ സർജറി ഡേറ്റ് ചേഞ്ച് ചെയ്തു. അങ്ങനെയാണ് 2 ആഴ്ചയോളം എനിക്കവിടെ കിടക്കേണ്ടി വന്നത്. നമ്മൾ പറയാം NHSൻ്റെ കാര്യം ഭയങ്കര, ഇവിടുന്ന് പോയ പിള്ളേർ ഇവിടുന്ന് കുറേ 1-2 പേരുടെ വീഡിയോ ഞാൻ കണ്ടു. ഭയങ്കര ലാഗാണ്, പിന്നെ മെഡിക്കൽ പരമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമുക്ക് ആവശ്യമുണ്ടോ, നമ്മൾ കരയുവാണോ, നമുക്ക് എന്താണ് ആവശ്യം എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ആ സെക്കൻഡിൽ അവർ കാര്യങ്ങൾ ചെയ്തു തരും. എൻ്റെ ആവശ്യം ആ സമയത്ത് എന്തായിരുന്നു, ആ സമയത്ത് അവനെനിക്ക് പ്ലാസ്റ്റർ ചെയ്തു തന്നു, കാര്യങ്ങൾ ചെയ്തു തന്നു. എൻ്റെ വേദന കുറഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ, കാരണം എൻ്റെ ജീവൻ ആപത്തില്ല, കുഴപ്പമില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവരത് ചേഞ്ച് ചെയ്തു. കാരണം അതിനെക്കാട്ടിൽ അത്യാവശ്യമുള്ളവർ ഉണ്ട് അവിടെ, ക്യൂ നിൽക്കുന്നുണ്ട്. എത്ര പേഷ്യൻസ് ആണെന്ന് പറയുമ്പോൾ ക്യൂ നിൽക്കുന്നത്. പിന്നെ ഇത് മുഴുവൻ ഫ്രീ ആണ്, 5 പൈസ കൊടുക്കണ്ട. അതിനകത്ത് VIP ട്രീറ്റ്മെന്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ഞാനത് പറയുന്നത് വെച്ചിട്ട് നമ്മൾ എൻ്റെയും ഈ പറഞ്ഞ പോലെ ലംബിൻ്റെ ഡയഗ്നോസിസ് ചെയ്യുന്ന സമയത്ത്
നമ്മൾ ആ സിസ്റ്റത്തിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. അപ്പം അക്കയുടെ 2 ആഴ്ച ലാഗ് ആയത് അക്ക ഓക്കെയാണ്. അക്കയുടെയും കാട്ടി എമർജൻസി ആയിട്ട് സർജറിക്ക് ആൾക്കാർ നിൽക്കുന്നുണ്ട്. 4 to 5 hours സർജറി ചെയ്യേണ്ടി വന്നു. അതിനകത്ത് പിന്നെ റാഡെല്ലാം ഇട്ടു. അത് ലൈഫ് ലോങ് റാഡാണ്. അതെല്ലാം ഫിക്സ് ചെയ്ത് അതിൻ്റെ 24 hours കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ നടത്താൻ ആൾ വന്നു. നടത്തി അതിൻ്റേതായിട്ടുള്ള ബെൽറ്റുകളും കാര്യങ്ങളും എല്ലാം ഇതാക്കി. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് നടക്കാനും കഴിഞ്ഞു. October 9th എൻ്റെ സർജറി കഴിഞ്ഞത്. October 12th എന്നെ ഡിസ്ചാർജ് ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ January 15th എനിക്ക് ഞാൻ റീജോയിൻ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്ന ദിവസം January 13th ആയപ്പോഴാണ് എനിക്ക് COS തരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഡയറക്ടറിൻ്റെ മെയിൽ വന്നത്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പിറ്റോസിന് ഡ്യൂട്ടിക്ക് പോകണം. പ്രിയ ദേവദാസൻ നാനി പാസ്റ്ററെ വിളിച്ച് പറഞ്ഞു, എന്ത് ചെയ്യണം പാസ്റ്ററെ, എന്ത് ചെയ്യണം പറഞ്ഞു. മോളെ പ്രാർത്ഥിക്കും, നീ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു ഉപവാസം എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കാം എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും എടുക്കാം പാസ്റ്ററെ എന്ന് പറഞ്ഞു. ഉപവാസം എടുത്തു. 2ാമത്തെ ദിവസം ദൈവം അതിന് മറുപടി തന്നു. തിങ്കളാഴ്ച എനിക്ക് മെയിൽ വന്നു. വ്യാഴാഴ്ച തിരിച്ച് വീണ്ടും ആ ഡയറക്ടർ മെയിൽ അയച്ചു, COS തരാമെന്ന് പറഞ്ഞു. എന്തോ അതിനകത്ത് ആ മെയിലിനകത്ത് വന്ന് എന്തോ ഒരു സംതിങ് എററാണ് എന്നും പറഞ്ഞുകൊണ്ട് പിന്നെയും വെയിറ്റ് ചെയ്തു. കാരണം February 15 ഞങ്ങളുടെ വിസ തീരുന്നത്. കിട്ടുന്നത് February 13. ഒറ്റ ദിവസമേ ഉള്ളൂ. കാരണം February 15 എന്ന് പറഞ്ഞാൽ സാറ്റർഡേ ഇവിടെ ഒരു കാര്യങ്ങളും നടക്കത്തില്ല. സാറ്റർഡേ ആൻഡ് സൺഡേ ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങളുടെ എല്ലാം February 14 ഫ്രൈഡേ എല്ലാവരുടെയും ഞങ്ങളുടെ വിസ അടിച്ച് കിട്ടുവാൻ തക്കോണം ദൈവം അതും കൃപ ചെയ്തു. കാരണം തക്ക സമയത്ത് ഓരോ കാര്യങ്ങളും ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിച്ചു എന്ന് പറയാനല്ലാതെ വേറെ ഒന്നുമില്ല. ഞാനിത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അതൊരു കാരണം ഞാൻ ടെസ്റ്റ് മണി പലരുടെയും കണ്ടിട്ടാണ് എനിക്ക് പ്രാർത്ഥിക്കാനും അതൊരു പ്രചോദനമാണ് എനിക്ക്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ടെസ്റ്റ് മണി നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചത്. കഴിഞ്ഞ വർഷം നടന്നൊരു വലിയ കാര്യമാണ് ഞങ്ങളിപ്പോൾ ഷെയർ ചെയ്തത്. ഇത് അക്കയുടെ വായിൽ നിന്ന് തന്നെ ഞാൻ പറയിപ്പിച്ച വേറെ ഒന്നുമല്ല. അക്ക അങ്ങനെ അച്ഛനെ പോലെ തന്നെ എൻ്റെ മമ്മി പിന്നെ ആക്റ്റീവാണ്. അക്ക അങ്ങനെ വീഡിയോയിലും കാര്യങ്ങളിലും ഒന്നും വരാത്ത ഒരാളാണ്, എല്ലാവർക്കും അറിയാം. അപ്പം അക്കയുടെ ലൈഫിൽ നടന്ന ആ ഒരു വിസയുടെ കാര്യം എനിക്ക് ഒത്തിരി ആളുകൾ അക്കയുടെ ഫ്രണ്ട്സ് പറഞ്ഞു ലിൻഡുവിനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിസ ശരിയാകത്തില്ലേ അല്ലേ? നിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വിഷമമില്ലായിരുന്നു. കാരണം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലിൻഡു ശരിയാക്കി തരുമെന്ന് ഞങ്ങൾക്ക് അറിയാം എന്നുള്ളൊരു ഇത്. പക്ഷെ അത് കേട്ട ബാക്കിക്ക് മീൻസ് സങ്കടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യത്തിൽ വിഷമമില്ല. കാരണം ബാക്കിയുള്ളവർക്ക് വിസ കിട്ടി, അക്കയ്ക്ക് മാത്രമല്ല കേട്ടോ 10 പേർക്ക് COS കിട്ടാനുണ്ടായിരുന്നു. ആ സമയത്ത് മെസ്സേജ് വന്നത്. അക്ക ഒന്നാമത് 3.5 മാസത്തോളം പിന്നെ ജോലിക്ക് പോവാതെ പോകുന്നതിൻ്റെ 2 ദിവസം മുമ്പെയാണ് ഈ മെയിൽ വന്നത്. അപ്പോൾ ആ മാനസികാവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പം ഈ ഒരു മിറാക്കിൾ സ്റ്റോറി ഷെയർ ചെയ്തത് ഓൾറെഡി ഞാൻ റീൽസ് ഷെയർ ചെയ്തപ്പം ഇതൊന്ന് ഫുൾ സ്റ്റോറി കേൾക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ എന്തായാലും അക്കയ്ക്ക് വിസ കിട്ടി, ഫാമിലി ആയിട്ട് ജോലിക്ക് പോകുന്നു, കുഴപ്പമില്ല. കാലം വയ്യാതെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ വേണം. അത് കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് കാലം പെട്ടെന്ന് ഓടാനും എടുക്കാനും ഒന്നും എനിക്ക് പറ്റാത്ത അവസരത്തിലാണെന്നുണ്ടെങ്കിലും എൻ്റെ നെയ്ബേഴ്സ് ജോൺ ഫാമിലി അവരാണ് കുഞ്ഞുങ്ങളെ കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്യുന്നത്. കാരണം ഇവിടെ സ്കൂളിൽ നമ്മൾ പിക്ക് ചെയ്യാൻ പോകണം, ഡ്രോപ്പ് ചെയ്യാൻ പോകണം. കാരണം അല്ലെങ്കിൽ ഇനിയും നമ്മൾ ആരെങ്കിലും പറഞ്ഞ് ഏൽപ്പിച്ചാൽ അവർക്ക് വിശ്വാസമാണെങ്കിൽ മാത്രമേ അവരുടെ കുഞ്ഞുങ്ങളെ കൊടുത്തു വിടത്തുള്ളൂ. അക്കയുടെ മൂത്ത ആൾ അതായത് അപ്പൂസ് പിന്നെ 7th സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് വേറെ സ്കൂളിലാണ്, അവന് തന്നെ പോകാം. വേറെ സ്കൂളിൽ. ഇവിടെ 6th വരെ ഉള്ളൂ അല്ലേ? അപ്പം 2ാമത്തെ 3ാമത്തെ ആൾക്കാർ ഇച്ചുമണിയും ഷീമോനും ഈ സ്കൂളിലാണ്, ഇവിടെ അടുത്തുള്ള സ്കൂളിലാണ്. അപ്പോൾ 2 മാസത്തോളം ജോണു ഫാമിലിയാണ് കൊണ്ടുപോവുകയും വരികയും ചെയ്തത്. അതെ. അപ്പോൾ അപ്പൂന് തന്നെ പോയി വരാം, കുഞ്ഞു പിള്ളേരെ അങ്ങനെയല്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരുപാട് ആളുകളോട് നന്ദി പറയുന്നുണ്ട്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ റിയലി സോറി. എനിക്കും പേഴ്സണലി അറിയാം, ബിക്കോസ് ഞാൻ ലണ്ടനിലായിരുന്നു. എപ്പോഴും എനിക്ക് അക്കയുടെ അടുത്ത് വരാൻ പറ്റിയിട്ടില്ല. പക്ഷേ ആ സമയത്ത് ഒത്തിരി ആളുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒത്തിരി ആളുകളുണ്ട് കേട്ടോ. ഫോളോവേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ പാസ്റ്റേഴ്സ് ആണെങ്കിലും ഒരുപാട് ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സ്, നെയ്ബേഴ്സ്, ഒത്തിരി ആളുകൾ പല രീതിയിൽ അക്കേനെ ഹെൽപ്പ് ചെയ്തു. ഇപ്പം ഞങ്ങളൊക്കെ ഫാമിലി ആണെങ്കിൽ നമുക്ക് എപ്പോഴും അടുത്ത് ചെല്ലുവാനോ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനോ പറ്റിയിട്ടില്ല. ഈവൻ മമ്മിയും ഡാഡിയും തിരിച്ച് November 1st വീക്കിന് പോകേണ്ടി വന്നു. അന്ന് തൊട്ട് മമ്മിയും ഡാഡിയും ഒക്കെ റൈച്ചാൻ്റെ മമ്മിയും ഒരുമിച്ച് 3 പേരും പോയത്. അന്ന് തൊട്ടിട്ട് അക്ക ഈ കാലം വെച്ചുകൊണ്ടാണ് ഈ പിള്ളേരെ രാവിലെ സ്കൂളിൽ വിടുന്നതും. അതുപോലെ തന്നെ റൈച്ചാന് രാവിലെ 6 മണിക്ക് ജോലിക്ക് പോകണം. 5 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങും, 5:30 ആകുമ്പോഴത്തേക്ക്. പിന്നെ വൈകിട്ട് വരുന്ന 6 മണിക്കാണ്. അപ്പോൾ പിള്ളേരെ വിടണം. പിള്ളേർ വന്നു കഴിഞ്ഞതിന് ശേഷം അവരെ കുളിപ്പിക്കുന്നത് കാര്യങ്ങൾ, ഇതൊക്കെ ഞാനിവിടെ പറഞ്ഞത്. ചില ആളുകൾ എല്ലാ സൗകര്യം ഉണ്ടായിട്ടും അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയാറുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ സിറ്റുവേഷനാണ്. പക്ഷേ ഇവിടെ
ഇവിടുത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. നാട്ടിലെല്ലാ സൗകര്യങ്ങളും ഉണ്ട്, നമുക്ക് ഒരാളെ വിളിക്കാനോ പറയാനോ അല്ലെങ്കിൽ ഒരാളെ നിർത്താനോ ഒക്കെ പറ്റും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലാവരും ജോലിക്ക് വന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ടുണ്ട്. ഫൈനാൻഷ്യലി നമുക്ക് ചില കാര്യങ്ങൾ സ്റ്റേബിൾ ആക്കാനും പറ്റത്തില്ല. പിന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമുക്കൊരു മെയ്ഡിനെ വെക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ തന്നെ വേണം. നമ്മൾ തന്നെ പോയി ഷോപ്പിംഗ് ചെയ്യണം. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ നമ്മൾ തന്നെ എണീച്ച് നടന്ന് വീട്ടിൽ പോകണമെങ്കിൽ പോവുക. അല്ലാതെ ഹോസ്പിറ്റലിൽ പിടിച്ച് കിടത്തുക അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഒരാളെ വിടുക. കുഞ്ഞുങ്ങളെ നമ്മുടെ കൈ തന്നിട്ടാണ് വിടുന്നത്. അപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് ലക്കാണ്. നമ്മുടെ കൂടെ നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാവുന്ന ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. അക്കയുടെ ടെസ്റ്റിമണി കേട്ടല്ലോ. അക്കയുടെ വിസ കിട്ടിയതും ഇതുപോലെ ഒത്തിരി ആളുകൾ വിസയ്ക്ക് വേണ്ടി, അതുപോലെ എന്താ പറയുക, ജോലിക്ക് വേണ്ടി, കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടിയിട്ട്, ഫാമിലിയായിട്ട് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട്, പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ളവരുണ്ടാവും, സർജറിക്ക് പോകുന്നവരുണ്ടാവും, എന്തെങ്കിലും അസുഖങ്ങളുള്ളവരുണ്ടാകും. എല്ലാവരുടെയും ആവശ്യങ്ങൾ ദൈവം നിവർത്തിച്ച് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ ടെൻഷൻ ഒന്നും അടിക്കേണ്ട. ദൈവം ഒരിക്കലും കൈവടിയത്തില്ല. പിന്നെ നമ്മൾ ദൈവത്തെ വിളിക്കുന്നുണ്ടെങ്കിൽ ദൈവം അതിന് ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ റിസൾട്ട് തന്നിരിക്കും. മുറുകെ പിടിച്ച് തന്നെ ദൈവത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. അക്കയ്ക്കും ഡാഡിക്കും അച്ഛനും ഭയങ്കര ടെൻഷനായിരുന്നു. ഞാനും റേച്ചാനും മമ്മിയും ഭയങ്കര കൂളായിരുന്നു. അക്കയോട് ഞാൻ പറഞ്ഞു, അക്ക എന്നോട് പറഞ്ഞു, ഡീലിൻ്റെ മോളെ ആരോടെങ്കിലും ചോദിച്ചു നോക്ക്, ലാസ്റ്റ് നമുക്ക് വിസ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞത്, ഞാൻ ആ ഒരു മനുഷ്യരോടും ഞാൻ ചോദിക്കൂല, നിനക്ക് വിസയും ഞാൻ ശരിയാക്കി തരത്തില്ല. ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ഈ കെയറോമിലേക്കാണെങ്കിൽ ആ കെയറോമുകാർ തന്നെ നിനക്ക് വിസ തരുന്നത് ഞാൻ പറഞ്ഞു. എന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് അച്ചു എന്നോട് ചോദിച്ചു, അച്ഛൻ്റെ റിയൽ സിസ്റ്ററാണോ ഇത്? എങ്ങനെ ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റുന്നത്? ഞാൻ വിളിച്ചത് ദൈവത്തെയാണ്. എൻ്റെ ദൈവം എന്നെ കൈവിടത്തില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അക്ക ഒന്നും പറയാറില്ല, പക്ഷെ എൻ്റെ അച്ചു എന്നോട് ചോദിച്ചു, അച്ഛൻ്റെ റിയൽ സിസ്റ്ററാണ് ഇത്, സിസ്റ്ററിനെ ഹെൽപ്പ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു, ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം ഒരിക്കലും കൈവിടത്തില്ല. ഒത്തിരി പാസ്റ്റേഴ്സ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് അനി ബ്രദർ, ടിനു ബ്രദർ, പിന്നെ ജീസസ് കോൾസ്, പിന്നെ ഇവിടെ നമുക്ക് പരിചയമുള്ള കുറച്ച് പേര്. പിന്നെ നമ്മൾ ആരോടും പറഞ്ഞില്ലെങ്കിലും നമ്മൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം ആ വിളിക്കേക്കും. ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പാക്കിംഗ് എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ നേരെ ലണ്ടനിലേക്ക് പോവുകയാണ്. ഒരുപാട് പരിപാടികൾ സെറ്റ് ചെയ്യാനുണ്ട്, ഒരുപാട് ആളുകളെ കണ്ട് സെൻഡ് ഓഫ് പറയാനുണ്ട്, ടാറ്റ ബൈ ബൈ പറയാനുണ്ട്. അവിടെ ലേവക്കുട്ടൻ ബഹളം കൂട്ടുന്നു, കാരണം മുടി വെട്ടി വന്നതാണ്. നമുക്കവനെ കുളിപ്പിച്ച് ഫ്രഷ് ആക്കിയതിന് ശേഷം ലണ്ടനിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ ഇനാഗ്രേഷൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ലസ്റ്ററിലാണ് എത്തിയത്. ഈവനിങ് നമുക്ക് ഡിന്നർ അറേഞ്ച് ചെയ്തത് അക്കയുടെ കൊളീഗിൻ്റെ വീട്ടിലായിരുന്നു, മാത്യു ആൻഡ് ഫാമിലിയുടെ. മാത്യുവിൻ്റെ കുഞ്ഞുവാവെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പലപ്പോഴും വരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരുന്നു. അപ്പോഴൊക്കെ ബിസി ആയിപ്പോയി. കുഞ്ഞുവാവയ്ക്ക് ഇപ്പോൾ 6 months ആയി. നമുക്ക് ആ സമയത്ത് നോമ്പായിരുന്നു കേട്ടോ. എന്നിട്ട് ഒരുപാട് വെറൈറ്റി ഡിഷസ് അവർ രണ്ടുപേരും കൂടെ ഒരുക്കി വെച്ചു. അക്കയുടെ ഇന്നൊരു കൊളീഗിൻ്റെ വീട്ടിലാണ് നെക്സ്റ്റ് ഡേ പോയത്. അവിടെ സ്നാക്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് അപ്പവും മുട്ടക്കറിയും വെച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഈ സമയത്ത് നോമ്പായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയത്. അക്ക സിജിമോൾ എന്നാണ് വിളിക്കുന്നത്. സിജിമോളും പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് സ്നാക്സ് ഒക്കെ പൊതിഞ്ഞെടുത്ത് വഴിയെ കഴിക്കാമെന്ന് കരുതി. കാരണം ഇനി നമുക്ക് 1-2 വീടും കൂടെ കവർ ചെയ്യാനുണ്ടായിരുന്നു. ഇറങ്ങാൻ നേരത്തെ സൗമ്യ ആൻഡ് ഫാമിലിയും കണ്ടു. അതിനുശേഷം പ്രസൻറ്റ് ചേച്ചി സൗച്ചാൻ്റെ വീട്ടിലാണ് വന്നത്. സൗച്ചാൻ നാട്ടിൽ പോയേക്കുമായിരുന്നു. തലേദിവസമാണ് നാട്ടിൽ നിന്ന് എത്തിയതും. അവിടെ തന്നെ സനക്കുട്ടനും ട്വിങ്കിളും ഉണ്ടായിരുന്നു. പള്ളിയെല്ലാം കഴിഞ്ഞ് അപ്പോൾ നമുക്ക് എല്ലാവരെയും മീറ്റ് ചെയ്യാൻ പറ്റി. കാരണം എല്ലാവർക്കും വീട്ടിൽ വരണം, യാത്ര അയക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. നമുക്ക് ഓരോ ദിവസവും ഓരോ വീടുകളിലും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിലും ആയിരുന്നു ഫുഡും കാര്യങ്ങളും സെൻഡ് ഓഫ് പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് 2-3 ദിവസത്തേക്കാണ് ഞങ്ങൾ പാക്കിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചത്. ABC കാർഗോ ആൻഡ് കൊറിയർ വരുന്നുണ്ടായിരുന്നു, പിന്നെ മൂവ്മേറ്റ്സ് വരുന്നുണ്ടായിരുന്നു. കാരണം മൂവ്മേറ്റ്സിലൂടെയാണ് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം അക്കയുടെ വീട്ടിലേക്ക് മാറ്റുന്നത്. അങ്ങനെ അശ്വിൻ്റെ അനീഷയുടെ വീട്ടിലെത്തിയപ്പോൾ ലേവിക്കുട്ടൻ ഭയങ്കര എൻഗേജ്ഡ് ആയിരുന്നു. കാരണം നമ്മുടെ മെറിയത്തിൻ്റെ ടോയ്സ് എല്ലാം വെച്ചിട്ട് ഔട്ട്ഡോറിൽ കളിക്കുമായിരുന്നു. അനീഷയ്ക്കും ഉണ്ടായ സെക്കൻഡ് ബേബിനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ കുഞ്ഞുവാവിനെയും കണ്ട് ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ഫോട്ടോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ മിറിയത്തിനെയും കൂടെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം മിറിയം നഴ്സറിയിലായിരുന്നു. നഴ്സറിയിൽ അവിടെ പോയിട്ടാണ് ഞങ്ങൾ മിറിയത്തിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവിടെ ചെന്നപ്പോൾ മിറിയം വരച്ചിട്ടുള്ള ഒരു ആർട്ട് വർക്കും എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നു. അങ്ങനെ മിറിയത്തിനോട് അനീഷയുടെ ഒക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങാൻ നേരത്തെ ഷിബാൻറ്റി കൊടുത്തുവിട്ട ഇൻട്രിയപ്പം ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ കയ്യിൽ ഇത് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എല്ലാ കാര്യങ്ങളും എടുത്ത് വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴാണ് ആഡ് ഓൺ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ വൈകിട്ടായപ്പോഴത്തേക്ക് ജോയൽ ചേച്ചിയുടെ വീട്ടിലേക്കാണ് വന്നത്. ചേച്ചിയുടെ അവിടെ ആയിരുന്നു ഡിന്നറും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തത്. സോ അവിടെ തന്നെ മായാജിയും ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. This is something special from me to you. Thank you. Whenever you wear this or whenever you're around this has got a heart sign and an infinity sign, which means you're never ever supposed to forget me. No matter where we are, no matter what happens, we will always stay in touch and
hope you remember the bond. Sure. So this is a small gift from Thank me you, to thank you. Bless you, bless you. Thank you so much. Open it. Yes. അക്ക ഇതൊന്ന് പിടിച്ചേ. I hope you like it. താങ്ക് യു. ചേച്ചിയുടെ അല്ല എനിക്ക് ചേച്ചിയുടെ DKNYയുടെ ബാഗ് തന്നെയാണ് ഞാൻ ഇപ്പോഴും എൻ്റെ മേക്കപ്പ് ബാഗായിട്ട് കൊണ്ടു നടക്കുന്നത്. അതിനകത്ത് മിക്ക 3 ലിപ്സ്റ്റിക്കും ചേച്ചി എനിക്ക് വേണ്ടിയിട്ട് എന്താണ് മേടിച്ചതാണ്. സോ I hope you like it. oh wow, that's so cute. Oh my god. Look at this. Infinity sign. Infinity sign. Very good. Thank you. That's so sweet. You're welcome. Thank you for being a good friend, for being a lovely sister-in-law. Thank you so much. Sister-in-law ഇല്ല sister. Sister, yes. താങ്ക് യു സോ മച്ച് ചേച്ചി. അതിനൊന്നും ആവശ്യമില്ല. പക്ഷേ ഡെഫിനറ്റ്ലി എനിക്ക് ചേച്ചി അവിടെ വരുന്നറിയാം. കാരണം ചേച്ചി ദുബായിൽ കുറേ നാളുണ്ടായിരുന്നു. എന്നോട് ഡൈനിങ് സെറ്റ് മേടിക്കുകയാണെങ്കിൽ നീ പോയി ദുബായ് മേടിക്കണം എന്ന് പറഞ്ഞ ആളാ. അതുകൊണ്ട് നമ്മൾ അവിടെ വന്നാൽ ആദ്യം മേടിക്കുന്നത്. ഞാൻ വരുന്നതായിരിക്കും. I will be coming. താങ്ക് യു സോ മച്ച് ഫോർ ദിസ്. താങ്ക് യു. എൻ്റെ നല്ല അടിപൊളി എന്താ പറയുക, എനിക്ക് ഗോസിപ്പ് പറയാനും എനിക്ക് എന്തെങ്കിലും വിഷമം പറയാനും ഒക്കെ പറ്റിയൊരു അക്കയെ പോലെ തന്നെ പലരെയും കുറിച്ച് ഞങ്ങൾ ഒത്തിരി ഗോസിപ്പ് പഠിച്ചിട്ടുണ്ട്. ഇനിയും പറയുന്നതായിരിക്കും ഫോണിൽ കൂടെ അല്ലേ ചേച്ചിയായിട്ട് എനിക്കൊരു സ്പെഷ്യൽ ബോണ്ടാണ്. അതുകൊണ്ട് തന്നെ ചേച്ചി തന്ന ആ ഗിഫ്റ്റ് ഞാൻ അവിടുന്ന് തന്നെ ഇട്ടപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. എനിക്ക് സ്റ്റഡ്സാണ് ഇഷ്ടം, അതുപോലെ തന്നെ റിങ്ങാണ്. സിമ്പിൾ ആയിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഡിന്നർ ഒരുമിച്ച് കഴിച്ചു. മായാജി അപ്പോഴത്തേക്ക് ജോയിൻ ചെയ്തു. ഇൻ ബിറ്റ്വീൻ ഞങ്ങൾ ഓരോരുത്തരെയും ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു, വീഡിയോ കോള്. ജൂലിയായിട്ട് സംസാരിച്ചു. മായാജിയാണ് നമ്മുടെ ലേവിക്കുട്ടൻ്റെ എഗ്ഗിൻ്റെ ടോയ് കൊടുത്തത്. അതിനുശേഷം വേറൊരു ടോയ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ലേവിക്കുട്ടൻ്റെ ഫേവറേറ്റ് ആണ്. ഇപ്പോൾ ലേവിക്കുട്ടന് മാത്രമല്ല ഇച്ചുമണി ഷീമോനും ഒക്കെ കളിയായിരുന്നു. നമ്മളുടെ യാത്ര പറച്ചിലൊക്കെ ഒരേ റൂട്ടിൽ എത്രയും പേരെ കവർ ചെയ്യാമോ അത്രയും പേരെ കവർ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് ഡിന്നറൊക്കെ കഴിച്ച് എല്ലാവരുമായിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്ത് പ്രാർത്ഥിച്ചിറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ലിബിയുടെയും ബെല്ലയുടെ അടുത്തോട്ടാണ്. കാരണം അവരുടെ വീടും അടുത്താണ്. ലിബി എൻ്റെ നല്ലൊരു ക്ലോസ് ഫ്രണ്ടാണ്. എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഗൈസ് അത്രയുള്ള വിശേഷം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാൻ. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്.